ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ക്രാഫ്റ്റുമായിട്ടാണ് കേട്ടോ. ബോട്ടിലിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനൊരു കത്തി വെച്ചിട്ടോ കത്രിക വെച്ചിട്ടോ അങ്ങനെ എന്തുണ്ടെങ്കിലും കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനത്തെ 2 പീസ് വേണം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഒരു പൂവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഈ ബോട്ടിലിൻ്റെ അടിഭാഗം മാത്രം മതി. അപ്പോൾ എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടിയിൽ ഇങ്ങനെ വരയായിട്ട് വരുന്ന ആ ഭാഗത്ത് കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 10 ഇതളുകൾ കിട്ടും നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ. സാധാരണയായി നമ്മൾ ഇങ്ങനത്തെ വെള്ളക്കുപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റിലിടുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും, പെട്ടെന്ന് കേടൊന്നും വരില്ലല്ലോ. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അറ്റ ഭാഗങ്ങളൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഇതളുകൾ ഇങ്ങനെ മുകളിലേക്ക് ആക്കി കൊടുക്കുക. കൈ കൊണ്ട് വെച്ചിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അതിങ്ങനെ വളഞ്ഞു കിട്ടും. എല്ലാം ചെയ്യണ്ട, ഒന്ന് ഇടവിട്ടുള്ള ഇതളുകൾ മാത്രം ഇങ്ങനെ മുകളിലേക്ക് ആക്കിയാൽ മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കേട്ടോ കിട്ടുക. 5 ഇതൾ ഇങ്ങനെ മുകൾ ഭാഗത്ത് കയറ്റും, 5 ഇതൾ താഴെയായിട്ടും. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്തെടുക്കണം. ഇതിൽ ഇതളുകളെ താഴെ ഭാഗത്തേക്കാണ് കേട്ടോ അങ്ങനെ ചെയ്തേണ്ടത്. ആദ്യത്തേത് നമ്മൾ 5 ഇതൾ മുകളിലേക്കാണ് ആക്കിയിരുന്നതെങ്കിൽ ഇതിൽ 5 ഇതൾ താഴെ ഭാഗത്തേക്കാണ് ഇങ്ങനെ ആക്കി കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് കത്തിയോ അല്ലെങ്കിൽ ആണിയൊക്കെ വെച്ചിട്ട് ഹോൾ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ 2 പീസിന് ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ സ്പ്രേ പെയിൻറ്റ് ഉപയോഗിച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് വേണമെങ്കിലും പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ പൂവിൻ്റെത് എടുത്തതാണ്. നിങ്ങൾക്കത് പേപ്പറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തിട്ടെടുത്തിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു ചെറിയ പൂവ് പോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച് ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോട്ടിലാർട്ടും ക്രാഫ്റ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു പൂവും കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു ഫ്ലവറിൻ്റെ ബഡ് പോലെയൊക്കെ.
ഇവിടെ ഇപ്പോൾ ലീഫിന് വേണ്ടിയിട്ട് ഞാൻ പ്ലാസ്റ്റിക് കവറുകൾ അയൺ ചെയ്തെടുത്തങ്ങാണ്ട് അതിന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, വേസ്റ്റ് കവർ വെച്ചിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ് ഉണ്ടാക്കുന്നത്. അതിലുണ്ട് എങ്ങനെയാണ് അയൺ ചെയ്തെടുക്കുക എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്തെടുക്കാം കേട്ടോ. അതിനെ ഞാനിപ്പോൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തെടുക്കുന്നത്. ഇങ്ങനത്തെ വലിയ ബോട്ടിലൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫ്ലവറൊക്കെ ഉണ്ടാക്കി ലീഫൊക്കെ കൊടുത്തിട്ട് നമ്മളെ ഗാർഡനിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടാവും കേട്ടോ കാണാൻ. ഞാനിപ്പോൾ ഇതിൽ വാർണിഷ് അപ്ലൈ ചെയ്ത് കാണിക്കണില്ല, നിങ്ങളിതിന് വാർണിഷ് കൊടുക്കണം കേട്ടോ. നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് ആഴ്ചയിൽ 3 ദിവസമാണ് കേട്ടോ. ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ ആണ്. അല്ലാത്ത ദിവസങ്ങളിലും ഞാൻ പറ്റുമ്പോഴൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.